ഇടിച്ചോ അടങ്ങിയിരിക്കോടെ. ഫാമിലി ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്ന ഐശ്വര്യ ചേച്ചിയുടെ അവിടെ ഒരു റിസപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് പോകുന്നത്. ഭാഗ്യം പൂച്ചാളി മിസ് സയൻസ് മിസ് ഭയങ്കര അടി കേട്ടോ. ഞാനിപ്പോ വിളിക്കുന്ന പൂച്ചാളി മിസ് എന്നാണ്. പൊട്ട മിസ്സാണ്. അതിന്റെ ഈ ഭാഗ്യം സയൻസ് പീരീഡ് ആയിരുന്നു. ഭാഗ്യം അമ്മേനെ രക്ഷപ്പെടുത്തിയതാണ് അടി കൊള്ളാതിരിക്കാൻ. ലാസ്റ്റ് പീരീഡ് അമ്മ വിളിച്ചോണ്ട് വന്നു അമ്മ. അപ്പൊ അമ്മയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ ആർക്കൊണ്ട് സ്നാക്സ് കൊണ്ടുപോയതേ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അവൻ ടാബ് കൂടെ എടുത്തിട്ടുണ്ട് പഠിക്കാൻ. ആർക്കുട്ടൻ നീ എന്തിനാണ് ടാബ് എടുത്തത്? എനിക്ക് ഇന്ത്യൻ ബൈക്ക് ഒന്നും കളിക്കണ്ട. പിന്നെ ഉണ്ടല്ലോ ആരുക്കൂട്ടനാണെങ്കിൽ സയൻസ് മിസ്സിന്റെ പേടിയാണ്. അവന്റെ സയൻസ് മിസ് ഒരു ദിവസം അവനെ അടിച്ചെന്ന് പറഞ്ഞു. എത്ര അടി കിട്ടിയാണ? 5 അടിയോ? സത്യമാണോ? ഉള്ളതാണ്. അപ്പൊ ആരുക്കൂട്ടൻ അടിച്ചെന്ന് പറഞ്ഞു. എന്തിനാ അടിച്ചത്? ഹാൻഡ് റൈറ്റിംഗ് ബാഡ് ആയതുകൊണ്ടാണ് അവൻ അടിച്ചത്. മിസ് പറഞ്ഞോ? അതെന്താന്നറിയോ, ഇവന് ഈ റബ്ബർ കൊടുത്തു വിട്ടല്ല ഇവൻ എന്ത് ചെയ്തേ? പുതിയതായിട്ട് അമ്മ തന്നു കിട്ടില്ല ഫസ്റ്റ് ഡേ. അപ്പൊ മിസ് പറഞ്ഞു പന്ന റബ്ബർ, ഒരു വര വരുന്നു പന്ന റബ്ബർ. അങ്ങനെ പറഞ്ഞോ? അപ്പം ആരുകൊണ്ട് അപ്പം ആ മിസ് അടിച്ചെന്നൊക്കെയാ പറഞ്ഞത്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കളിക്കാണ് കേട്ടോ. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ബാഡ് ആയതുകൊണ്ട് അടിച്ചെന്നാണ് അവൻ പറഞ്ഞത്. 3D എഫക്റ്റ് ആണ്. ഒരാളുണ്ട്. പിന്നെ എന്തുവായിരുന്നു? ആരുകൊണ്ട് ഒരു ദിവസം ഒറ്റയ്ക്ക് അതെന്തായിരുന്നു? ഇഷാന്റെ കാര്യം എന്ത് പറഞ്ഞില്ലേ? പറ. ഇഷാനെ അടിച്ചു. അതാണ് ഇഷാൻ വിഷമത്തിലായിരുന്നു. ഞാനിരുന്നപ്പോ തള്ളവരല്ല ഒറ്റ അടി അടിച്ചു. ഇഷാൻ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു കേട്ടാ വെഞ്ചല്ലേ. അവ ഇവൻ സങ്കടമായവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ടേ ഇവൻ പോയി കൂട്ടിയിരുന്നു. അതിന് ഇവനെ അടിച്ചു അവൻ വിഷമത്തിലായതുകൊണ്ട്. എന്ത് മിസ്സാടാ അത്? എല്ലാരും അടിക്കോ പിടിച്ച്? പൂച്ചാളി മിസ്സാ? ദൈവമേ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ പാർട്ടിക്ക് പോവാണ്, റിസപ്ഷന് പോവാണ്. ഇന്നലെ ഐശ്വര്യരാജിന്റെ മാരേജ് ആയിരുന്നല്ലോ. അപ്പം ആർക്കുണ്ടെ നേരത്തെ വിളിച്ചോണ്ട് വന്നു ക്ലാസ്സിൽ നിന്നൊക്കെ. സാറ് ചോദിച്ചേ, പ്രിൻസിപ്പൾ ചോദിക്കുവാണേ എന്ത് പറ്റി നേരത്തെ വിളിക്കുന്നത്? എല്ലാവരും ഇതിൽ എഴുതിയിരിക്കുക ഫീവർ, വയറുവേദന അങ്ങനെയുള്ളവരെയൊക്കെ നേരത്തെ വിളിച്ചോണ്ട് പോകുന്നു പിള്ളേരെയൊക്കെ. നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വിളിച്ചോണ്ട് വന്നാണ്. ഇപ്പൊ നമ്മളിത് ആലപ്പുഴ ജസ്റ്റ് ഇറങ്ങിയത്. പെർമിഷൻ അവിടെ എഴുതിയിട്ടാണ് വിടുന്നത്. ആന്റിമാര് പോയിട്ടാണ് ക്ലാസ്സിൽ നിന്ന് വിടുന്നത്, നമ്മൾ ഡയറക്റ്റ് വിടത്തില്ല. അപ്പൊ ആന്റി ചോദിച്ചു ആരുക്കുട്ടനോട്, എടാ നീ മുടി എന്താ വെട്ടാത്തേന്ന് ചോദിച്ചല്ലേ. കാണാ നോക്കിയ മുടി കണ്ടോ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ഇവൻ പറയുവാണേ, ഞാനേ സിനിമയിൽ അഭിനയിക്കാൻ പോവാ, എനിക്ക് 2 മാസം ഷൂട്ടുണ്ട്, അതുകൊണ്ട് ജൂലൈ ഓഗസ്റ്റ് ഞാൻ വരത്തില്ലെന്ന്. എടാ ചെറുക്ക തക്കുട് ഒരു പാട്ട് പാടണം കേട്ടോ. ഞാനൊരു പാട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്, പാടണേ കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിതേ ഓഡിറ്റോറിയത്തിലെത്തി. ആരുക്കുട്ടന് പതുക്കെ നടക്കുവാണ്. മുകളിൽ 3rd ഫ്ലോറിലാണ് കേട്ടോ റിസപ്ഷൻ. ലിഫ്റ്റ് ഉണ്ട്. ചേട്ടൻ പറഞ്ഞ നടന്നു പോകാമെന്ന്. അങ്ങനെ നമ്മളെ നടത്തിച്ചിട്ട് കൊണ്ടുപോവാണേ. ലിഫ്റ്റ് ഉണ്ടായിരുന്നു, മനുഷ്യൻ നടത്തിക്കൊണ്ടുവന്നാണ്. എവിടെയാണ് ഓഡിറ്റോറിയം? ഏതാ? പുളിമിഠായോ? പുളിമിഠായി വേണോ? പണ്ടത്തെ മിഠായികളാണ്. എത്ര മിഠായി എടുത്തു നീ? കാണിച്ച ഏത് മിഠായി ഇനി വേണ്ടേ? തേൻ മിഠായി വേണോ? ഇത് കഴിക്കാൻ ഒരു കോരമിട്ടായിരുന്നു. പഞ്ചസാര മിക്സ് ആക്കും. എന്നിട്ട് ഷുഗർ സിറപ്പിൽ മുക്കിയതാ അതല്ലേ? അപ്പോൾ ഗൈസ് ദേ ആരുക്കുട്ടൻ മിഠായിയെല്ലാം എടുത്തതിന് ശേഷം അവിടെ ഫ്രണ്ടിൽ തന്നെ കട്ട്ലറ്റും അതുപോലെ വാഴയ്ക്ക അപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ചേച്ചിമാരാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ കുറേ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുടിച്ച് കട്ട്ലറ്റ് എല്ലാം കഴിക്കുവാണ് തക്കുടു. കൊള്ളോ?
കട്ട്ലേറ്റ് ആണോ? ഞങ്ങൾ ചേട്ടനായിട്ടാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർ മാജിക്കിൽ മിക്കവരും വന്നിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മി നക്ഷത്രം വന്നിട്ടുണ്ടായിരുന്നില്ല, ബിനീഷ് ബാസിന് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ബാക്കി മിക്ക ആൾക്കാരും വന്നിട്ടുണ്ട്. ഷിയാസ് കരീമ, ഉമ്മ, അതുപോലെ തന്നെ ശ്രീവിദ്യ മുല്ലശ്ശേരി, പിന്നെ അമൃത, എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അമൃതയുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദീപം കൊടുക്കുന്ന ചടങ്ങിലോട്ട് പോകാം. I welcome you all to make this moment more special and beautiful. Please, Arjun and Aishwarya, please light the lamp. അപ്പോൾ ആരുക്കൂട്ടം അവരുടെ കൂടെ പോയി സെൽഫിയൊക്കെ എടുത്തേ. അപ്പോൾ ഗൈസ് ഐശ്വര്യയോടും ഹസ്ബൻഡിനോടും ആങ്കർ ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡ് ഏതാണ്, ചെറുക്കൻ ഇഷ്ടമുള്ള കളർ ഏതാണ്, ഫസ്റ്റ് ലവ് ആരാണ് തുറന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. Wow, that's nice. I will try this the first. As usual. അപ്പോൾ ആരുക്കൂട്ടം ഡാൻസ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു ഫുഡ് കഴിക്കാനിരിക്കുവാണ്. അപ്പോൾ ദം ബിരിയാണി എടുത്തത്. അതിനുശേഷം ആരുക്കൂട്ടം സ്റ്റേജിൽ കയറിയിരുന്ന് പെണ്ണും ചെറുക്കനും ഇറങ്ങിയതിന് ശേഷം ഇവർ കളിക്കുവാണ്. ആ സ്റ്റേജിൽ പോയിരുന്നിട്ട് എനിക്കങ്ങനെ ടെൻഷനായിട്ട് വയ്യായിരുന്നു. ഇവന് കുപ്പിയൊക്കെ എടുത്ത് എറിയുന്നൊക്കെ ഉണ്ട്. എന്തെങ്കിലും സാധനം പൊട്ടിക്കുമോ എന്ന് വിളിച്ചിട്ടാണെങ്കിൽ വരുന്നുമില്ല. കുറേ ഞാൻ വിളിച്ചു, വരുന്നില്ലായിരുന്നു. അതിനുശേഷം ആരുക്കൂട്ടിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വന്നവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരുക്കൂട്ടിനും കിട്ടിയത് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് അവനെ. ഗോൾഡൻ കളറിന്റെ പ്ലേറ്റും ഗോൾഡൻ കളറിന്റെ ഇതുമാണ്, പൂവാണ്. വിചാരിച്ചു ഇതെന്തെങ്കിലും സാധനം അയക്കുന്നത്, പക്ഷെ അത് പ്രതീക്ഷിച്ചില്ല. ഇതെനിക്ക് ഭയങ്കര എനിക്കും ഹാപ്പിയായി, എനിക്കും ഹാപ്പിയാണെന്ന് വിചാരിക്കട്ടെ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ഇഷ്ടം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്. പുതിയൊരു ബൈ.